ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ക്യാപ് കട്ടിനകത്ത് എങ്ങനെ മലയാളം ഫോണ്ട് ആഡ് ചെയ്യുമെന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റൈലിഷ് ആയിട്ടുള്ള മലയാളം ഫോണ്ടുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് കൺട്രി കോഡ് ചേഞ്ച് ചെയ്തിട്ട് ക്യാപ് കട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ നമുക്ക് ആൻഡ്രോയിഡ് യൂസേഴ്സിനും ഇന്ത്യൻ കൺട്രിക്കകത്ത് പ്ലേ സ്റ്റോറിനകത്ത് ക്യാപ് കട്ട് അവൈലബിൾ അല്ല. അപ്പോൾ നമുക്കത് പുറത്തുനിന്ന് ഡൗൺലോഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ വേറെ ചെയ്യേണ്ട, നമ്മുടെ ഏതെങ്കിലും ബ്രൗസറിനകത്ത് ഫോണിൻ്റെ ഏതെങ്കിലും ബ്രൗസർ ഉപയോഗിച്ചിട്ട് അവിടെ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക, ക്യാപ് കട്ട് മോഡ് APK നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പ്രോ വെർഷൻ ആയിട്ടുള്ളത് കിട്ടും. അതായത് അൺലോക്ക്ഡ് ആയിട്ടുള്ള എല്ലാ ഫീച്ചറുകളും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അൺലോക്ക്ഡ് ആയിട്ടുള്ള വെർഷനുകൾ നമുക്ക് കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുക്കുക. നമുക്ക് ഈ വെബ്സൈറ്റിനകത്ത് ബെറ്റർ ആയിട്ടുള്ള വെബ്സൈറ്റാണ്. അതിനകത്ത് ആ ഒരു അപ്ഡേഷനിങ് വന്നുകൊണ്ടിരിക്കും. അപ്പോഴത്തേക്ക് ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം ഇൻസ്റ്റാൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതാണ് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഒരു VPN ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് VPN പറഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ടർബോ VPN ഡൗൺലോഡ് ചെയ്തെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ബാക്ക് അടിച്ചതിന് ശേഷം ഇവിടെ സെർച്ച് എന്നുള്ളത് ഒന്നുകൂടെ കൊടുക്കുക. അവിടെ കോഡ് FML എന്നുള്ളത് ടൈപ്പ് ചെയ്തെടുക്കുക. നമ്മൾ കോഡ് FML ഒക്കെ ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് വയ്ക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ VPN കണക്ട് ചെയ്തിട്ട് പിന്നെ പ്ലേ സ്റ്റോറിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഡ് FML ഒന്നും അതിനകത്തൊന്നും കിട്ടാനൊന്നും കാണിക്കത്തില്ല. കാരണം ഈ മലയാളം എഴുത്തുള്ളത് മറ്റ് കൺട്രികളിൽ ആവശ്യമല്ല. അപ്പോൾ പിന്നെ അവൈലബിൾ അല്ല അവിടെ കോഡ് FML എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം നമ്മളിവിടെ ടർബോ VPN എന്നുള്ളത് ക്ലിക്ക് ചെയ്തതിന് മുമ്പ് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം FML ഫോണ്ട് മലയാളം എന്നുള്ളത് കൊടുക്കുക. നമ്മളെപ്പോഴും ശ്രദ്ധിക്കാനുള്ളത് FML ഫോണ്ടുകളുണ്ട്. അതുപോലെ തന്നെ അതൊരു ഫോണ്ട് പാക്കാണ്, ഒരുപാട് ഫോണ്ടുകൾ നിറഞ്ഞൊരു പാക്കാണ് FML ഫോണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്ദുലേഖ MLTT ഇന്ദുലേഖ എന്ന് പറയുന്നത് ഈ ഫോണ്ടുകളായിട്ട് ഏകദേശം സാമ്യമായിട്ടുള്ളതാണ്. വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. 1-2 ഫോണ്ടുകൾ കൂടുതലായിട്ടേ ഉള്ളൂ. പിന്നെ അല്ലാതെ ആപ്പിൾ കാർഡ് ആസിഫ് മലയാളം എനിക്ക് ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള നല്ല ഷേപ്പുകളൊക്കെ ഉള്ള ഫോണ്ടുകൾ FML ഫോണ്ട് തന്നെയാണ്. അപ്പോൾ നമ്മളിതിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഒരു വെബ്സൈറ്റ് വന്ന് ഡൗൺലോഡ് മലയാളം FML ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ കുറേ ഫോണ്ടുകൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇത് തന്നെ ഏകദേശം എനിക്ക് തന്നെ 19 ഫോണ്ട് കൂടുതലുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേജുകൾ താഴെ നോക്കുമ്പോഴത്തേക്ക് ഓരോ പേജുകളായിട്ട് കിടക്കുന്നത് കാണാം. ഞാനിപ്പോൾ ഇതൊന്ന് 2-3 ഫോണ്ടുകൾ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യണം. അതൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് ചെയ്തുള്ള ഓപ്ഷൻ കാണിക്കും. രണ്ടാമത് പറഞ്ഞ് ക്ലിക്ക് ചെയ്തു, ഡൗൺലോഡായി. അതിനുശേഷം നമ്മളിവിടെ ഇത് മിനിമൈസ് ചെയ്ത് കളഞ്ഞതിന് ശേഷം ടർബോ VPN, അതായത് നിങ്ങൾ ഏത് VPN ആണ് കണക്ട് ചെയ്യുന്നത് അത് എടുക്കുക. ഇത് ചിലപ്പോൾ പരസ്യം വരാൻ ചാൻസ് ഉണ്ട്. പരസ്യം വരണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം ഇവിടെ ടാപ്പ് ടു കണക്റ്റ് ഫസ്റ്റ് വരുമ്പോഴത്തേക്ക് ഇങ്ങനെ അലോ ചെയ്യാനുള്ള ഓപ്ഷനുകളൊക്കെ കുറേ വരും. അലോ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ടാപ്പ് ടു കണക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ VPN കണക്റ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ക്യാപ് കട്ട് ഓപ്പൺ ചെയ്യുക. ക്യാപ് കട്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുന്നതാണെങ്കിൽ അവിടെ കുറച്ച് പരസ്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ന്യൂ പ്രോജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തെടുക്കുക. ക്ലിക്ക് ചെയ്തെടുത്തിട്ട് നിങ്ങൾ ഏതെങ്കിലും വീഡിയോ ആണ് ഇതിനകത്ത് ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ വീഡിയോ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഒരു മോഡൽ ഞാൻ ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാനിപ്പോൾ മലയാളം ഫോണ്ട് ഓൾറെഡി സെലക്ട് ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഈ മലയാളത്തിൻ്റെ ഇത് വരുന്നത്. അപ്പോൾ ഫോണ്ട് ഞാൻ ഇംഗ്ലീഷിലോട്ട് മാറ്റുകയാണ്, സിസ്റ്റം ഫോണ്ട് എന്നുള്ളതിലോട്ട് മാറ്റുകയാണ്. അപ്പോഴത്തേക്കും അതിനകത്ത് ഇവിടെ ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് ഞാനിവിടെ ആഡ് ടെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യണം. ഫോണ്ടിൻ്റെ അത് സിസ്റ്റം ഫോണ്ട്, അതുപോലെ ടൈപ്പ് ചെയ്യണം മലയാളം ഇംഗ്ലീഷ് കീബോർഡ് ഉപയോഗിച്ചിട്ട് ഞാൻ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്തു.
ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ക്യാരക്ടറുകളൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതിനകത്ത് മലയാളം ഫോണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കോഡ് FM എന്നുള്ളത് നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തിരുന്ന കോഡ് FM ഓപ്പൺ ചെയ്യുക. നമ്മൾ അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിന് ആപ്പിൾ ഐഫോൺ യൂസേഴ്സ് ആണെങ്കിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ കോഡ് FM എന്നടിക്കുമ്പോഴത്തേക്ക് ഇത് ഫസ്റ്റ് കാണുന്ന ഈ രതീഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് മുകളിൽ മലയാളം ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് താഴെ അതിൻ്റെ ഇത് വരും FM അത് കോഡ് FM കൺവേർട്ട് ചെയ്ത് വരും. അത് കോപ്പി ചെയ്ത് നേരെ ഇതിനകത്ത് കൊണ്ടുപോകണം. നമ്മൾ ആൻഡ്രോയിഡ് യൂസേഴ്സ് ആണെങ്കിൽ ഇത്തിരി കൂടെ എളുപ്പമുണ്ട്. നമുക്കിവിടെ മലയാളം ഒന്ന് ടൈപ്പ് ചെയ്ത് മംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ കാണുന്നതിൽ ക്ലിക്ക് ചെയ്ത് കോപ്പി ചെയ്തതിന് ശേഷം ഇതങ്ങ് മിനിമൈസ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ടൈപ്പ് ചെയ്ത സാധനത്തിൻ്റെ അവിടെ കൊണ്ടുവന്നിട്ട് ബാക്ക് അടിച്ച് അതിനെടുത്താണ് കളയും. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം ഫോണ്ട് ഇംഗ്ലീഷ് ഫോണ്ടിലാണ് കിടക്കുന്നതുകൊണ്ട് അത് വന്നില്ല. പിന്നെ അതുപോലെ നമ്മൾ ഈ ഫോണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും മൈ ഫോണ്ട് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ മൈ ഫോണ്ട് എന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. ഈ 1149 ഒരു ഫോണ്ട് ഡൗൺലോഡ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ഓക്കെ. ഇപ്പോൾ ഇവിടെ എൻ്റെ ഫോണ്ട് ഇതിനകത്ത് ആഡായിട്ടുണ്ട്. 2-3 ഫോണ്ടുകൾ ഇവിടെ വന്നിട്ടുണ്ട്. മലയാളം എന്നുള്ള ഫോണ്ടുകൾ FM ഇങ്ങനെ ഒരെണ്ണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ എഫക്റ്റ് കാര്യങ്ങൾ കൊടുക്കണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്ത് എടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആനിമേഷന് ഇതങ്ങനെ ഓരോ ആനിമേഷനൊക്കെ കൊടുത്ത് ബെറ്ററായിട്ട് നമുക്ക് വീഡിയോ ഒക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ നമുക്ക് എത്രത്തോളം ഫോണ്ടുകൾ വേണോ അത് നേരത്തെ പറഞ്ഞിരുന്ന രീതിയിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ബൈ.